ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന രണ്ട് സോൾഡറിങ് അയണുകളെ കുറിച്ചാണ്. ഒരു 60 വാട്ട്സിൻ്റെയും 80 വാട്ട്സിൻ്റെ രണ്ട് സോൾഡറിങ് അയണുകളാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതും അതേപോലെ നമുക്ക് ഇതിൻ്റെ പാർട്സുകളെല്ലാം റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മോഡലുകളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന ഒരു 60 വാട്ട്സിൻ്റെ സോൾഡറിങ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൽ നോക്കാനുള്ളതൊരു ടെമ്പറേച്ചർ കൺട്രോൾ നോബാണുള്ളത്. അപ്പോൾ ഇതിലാണ് നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചർ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. 200 ഡിഗ്രി ടു 450 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഹീറ്റിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടൊരു തെർമൽ ഹാൻഡിലുമാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തതിൽ നോക്കേണ്ടതിൻ്റെ റീപ്ലേസ്മെൻറ്റ് പാർട്ടാണ്. നമുക്ക് എങ്ങനെ ബിറ്റ് മാറ്റാം, അതേപോലെ കോയിൽ മാറ്റാം. അപ്പോൾ ബിറ്റ് മാറ്റാൻ ഇവിടെ ത്രെഡ് ടൈപ്പ് ലോക്കാണ് വരിക. നമുക്ക് അത് ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിറ്റിൻ്റെ കവറിങ് അതേപോലെ നമുക്ക് ബിറ്റ് ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അറിയത് ഒരു 60 വാട്ട്സിൻ്റെ സോൾഡറിങ് ആണ്. സാധാരണ ഒരു 50 വാട്ട്സിൻ്റെ സോൾഡറിൻ്റെ ബിറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു 60 വാട്ട്സിൻ്റെ ബിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയൊരു ബിറ്റാണ് വരുന്നത്. നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ബിറ്റുകൾ എല്ലാം അവൈലബിൾ ആണ്. അതിനൊരു എക്സ്ട്രാ ഒരു 50 to 80 റുപ്പീസ് റേഞ്ച് വരുന്നുള്ള ആ ഒരു 4 ബിറ്റും കൂടെ. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഏത് ബിറ്റാണ് ഇതിൽ നമുക്ക് ചൂസ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് പറ്റും. ഇനി നമുക്ക് അതേപോലെ അടുത്ത് നോക്കേണ്ടത് നമ്മുടെ ഈ കോയിൽ മാറ്റാനായിട്ട് ഇവിടെ ഒരു ത്രെഡ് ടൈപ്പ് ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കോയിൽ മാറ്റാം. കോയിൽ ഇതിൽ ഓൾറെഡി സോൾഡർ ചെയ്തിട്ടാണ് വരിക. ഇതിൽ യൂസ് ചെയ്യുന്ന കോയിൽ സെറാമിക് ടൈപ്പാണ്. അപ്പോൾ സെറാമിക് ടൈപ്പ് ആകുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി ഹൈ ആണ്, അതുപോലെ ലോങ് ലൈഫാണ്. പിന്നെ നമുക്ക് ഹീറ്റ് ആവാനുള്ള ടൈം അത്രയും കുറവ് മതി, സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് പെട്ടെന്ന് ഹീറ്റ് ആവും. അപ്പോൾ അങ്ങനെ കുറേ ഗുണമുണ്ട് സെറാമിക് ആയതുകൊണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലെങ്ങനെ ഇതിൻ്റെ സോൾഡർ ചെയ്യണ ബിറ്റ് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് ഞാൻ ഓൾറെഡി തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഏത് ബിറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ കോയിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ആ ത്രെഡ് ലോക്ക് വരുന്ന അവിടെ ജസ്റ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിറ്റ് നമുക്ക് ഫിക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഇതിൽ നമ്മുടെ ബിറ്റ് റീപ്ലേസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഓർഡിനറി സോൾഡറിങ് സോൾഡറുണ്ടായ 25 വാട്ട്സിൻ്റെ സോൾഡറിൻ്റെ ഒക്കെ ബിറ്റ് മാറ്റാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് കുറേ നാൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ടൈറ്റായിരിക്കും അത് ഊരിയെടുക്കാൻ തന്നെ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ് ഇതിൻ്റെ ബിറ്റ് മാറ്റാൻ. ജസ്റ്റ് അതിൻ്റെ ക്യാപ്പ് ജസ്റ്റ് ഊരിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് ആപ്ലിക്കേഷനാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലാക്ക് ബിറ്റ് ഇതിലൊന്ന് ഇട്ട് നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ഒരു 80 വാട്ട്സിൻ്റെ സോൾഡറിങ്ങിനാണ്. നമ്മൾ നേരത്തെ നോക്കി 60 വാട്ട്സിൻ്റെ സെയിം മോഡൽ തന്നെയാണ്. കുറച്ച് സ്പെസിഫിക്കേഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് നോക്കാം. ഈ ഒരു സോൾഡറിങ്ങിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുക, നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ടൊരു അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യമുള്ള എത്ര ടെമ്പറേച്ചർ എന്ന് സെറ്റ് ചെയ്യാം. അതുപോലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഇതിലൊരു ഡിസ്പ്ലേ ഉണ്ട്. നമ്മൾ സെറ്റ് ചെയ്യുന്ന കോയിലിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് അറിയാനായിട്ട് ഇതിലൊരു ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ബാക്കി നമ്മുടെ ഈ കോയിലിൻ്റെ ടോപ്പ് ഊരണത് എല്ലാം അതേപോലെ സെയിം 60 വാട്ട്സിൻ്റെ സോൾഡറിങ് അയൺ പോലെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ നമ്മുടെ ഒരു ക്യാപ്പിൽ ഒരു വെന്റിലേഷൻ ഹോൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് പറഞ്ഞു ഓൾറെഡി. ഇതിലൊരു 480 ഡിഗ്രി സെൽഷ്യസ് വരും. അത് മറ്റേത് നമ്മളൊരു 450 ആയിരുന്നു. ഇതിൽ ടെമ്പറേച്ചർ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇതിലൊരു വെന്റിലേഷൻ ഹോളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്ന ഏകദേശം സെയിം ആണ്. നമ്മുടെ സോൾഡറിങ്ങിൻ്റെ ബിറ്റ് മാറ്റുന്ന ക്യാപ്പായാലും അതേപോലെ കോയിൽ മാറ്റുന്നതെല്ലാം സെയിം ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ നിങ്ങൾക്കത് റിമൂവ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഏകദേശം എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ സെറാമിക് കോയിൽ. മറ്റേതുപോലെ സെയിം ആണ്. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ നമുക്ക് ലോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം, അതേപോലെ കുറച്ച് ഹൈ ആപ്ലിക്കേഷനും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 180 to 480 ആണ് ഇതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. മറ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം എന്ന് പറയാനില്ല. ഏകദേശം എല്ലാം സെയിം തന്നെയാണ്. ഇതിലാകെ ആ ഒരു ബിറ്റ് ഇടുന്ന ആ ഒരു ഹോൾഡറിൽ ആ ക്യാപ്പിൽ ചെറിയ വെന്റിലേഷൻ ഹോൾ ഉണ്ട്. അത് കൂടുതൽ പറഞ്ഞ ടെമ്പറേച്ചറിനെ പുറത്ത് കളയാൻ നമുക്ക് നല്ലൊരു കാര്യമാണ് ആ ഒരു വെന്റിലേഷൻ ഹോൾ ഉള്ളത്. ഇനി നമുക്ക് അടുത്തായിട്ട് കമ്പാരിസൺ നോക്കാം. അപ്പോൾ കമ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ 25 വാട്ട്സിൻ്റെ സോൾഡർ കൊണ്ട് അയണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സൈസ് ഏകദേശം എല്ലാത്തിൻ്റെയും സെയിം ആണ്. അപ്പോൾ നമ്മുടെ സോൾഡറിങ് അയൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിഫറൻറ്റ് ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഒരു 25 വാട്ട്സ് അതുപോലെ 50 വാട്ട്സിൻ്റെ ഡിഫറൻറ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 25 വാട്ട്സിൻ്റെ ഓർഡിനറി സോൾഡറിങ് അയൺ എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഹൈ പവർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാൻ ഇട്ടതിൽ നമ്മുടെ സോൾഡറിങ് അയൺ യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഡ്രൈ സോൾഡറിങ് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. സോൾഡറോണൊക്കെ സാധാരണ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ സോൾഡറിങ് ചെയ്യാൻ പറ്റാറില്ല സാധാരണഗതിയിൽ.
അപ്പോൾ അങ്ങനത്തെ ഒരു ബേസിക്സ് ആണ് ആദ്യം തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ബിറ്റ് നോക്കാം. അപ്പോൾ ബിറ്റ് നമ്മുടെ സാധാ ഒരു ഓർഡിനറി സോൾഡറിങ് ആണെങ്കിൽ ബിറ്റ് മാറ്റാൻ ഭയങ്കര പാടാണ്. നമുക്കിത് ഇതുപോലെ വലിച്ചൂരിയെടുത്തിട്ട് വേണം ബിറ്റ് മാറ്റാനായിട്ട്. അപ്പോൾ ഇത് കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഡസ്റ്റൊക്കെ ആയിട്ട് കരി പിടിച്ചിട്ടും ഭയങ്കര പാടാണ് ആക്ച്വലി ഇത് റിമൂവ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു കോപ്പറിൻ്റെ ബിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഹോളുകളൊക്കെ വരാൻ ചാൻസ്, നമ്മൾ സോൾഡർ ചെയ്യുന്ന ആ ഒരു എഡ്ജ് തേഞ്ഞു പോകാനോ അല്ലെങ്കിൽ ആ ഒരു ഭാഗം വീണ്ടും എപ്പോഴും ക്ലീൻ ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇത് കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വരും കോപ്പർ ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ സോൾഡറിങ്ങിൽ നമ്മൾ സ്റ്റീലിൻ്റെ ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പറിൻ്റെ ബിറ്റാകുമ്പോൾ നമുക്കത് കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റേണ്ടി വരും. അപ്പോൾ ഈ ബിറ്റ് നമുക്ക് അതുപോലെ മാറ്റേണ്ട ആവശ്യമില്ല. അതേപോലെ എന്തെങ്കിലും ഡസ്റ്റോ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ജസ്റ്റ് ഒരു നനഞ്ഞ കോട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് മതി, അപ്പോൾ തന്നെ അത് ക്ലീൻ ആയിക്കോളും. അപ്പോൾ ആ വീഡിയോ കൂടെ ഞാൻ ജസ്റ്റ് ഇതിൽ കാണിച്ചു തരാം, നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്നും കൂടെ. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു യൂസ് ചെയ്ത ബിറ്റാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അതിൽ ഭയങ്കര ഒരു പഴയതുപോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഓൾറെഡി മാറ്റിയിട്ട് ഇപ്പോൾ ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ടൊരു നനഞ്ഞൊരു കോട്ടൺ വെച്ച് ജസ്റ്റ് തുടച്ച് കഴിഞ്ഞാൽ കണ്ടോ നമുക്കത് നമ്മുടെ ആ ഒരു പുതിയൊരു ഫീലിൽ തന്നെ കിട്ടും അത്. അതേപോലെ ഇതിൽ തുരുമ്പിക്ക് ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ബിറ്റ് മാറ്റാതെ തന്നെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്തായിട്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ SMD കമ്പോണൻസ് ഒക്കെ ഡീസോൾഡർ ചെയ്യുന്നതിൽ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 8 പിന്നുള്ളൊരു SMD IC ആണ് ഇപ്പോൾ ഊരിയെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് രണ്ട് സൈഡിൽ നമുക്കിങ്ങനെ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അത് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഡീസോൾഡർ ചെയ്യാനും വളരെ സിമ്പിളാണ് നമുക്ക് ഈ ഒരു ബിറ്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഞാൻ ഒരു 8 പിന്നൊരു IC അതേപോലെ കുറച്ച് പിന്നുകൾ അധികം ഉള്ളൊരു ICയും ഡീസോൾഡർ ചെയ്യുന്നതും കൂടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യമേ ഇതിൽ ഫ്ലക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെഡ് ആക്കിയിട്ട് രണ്ട് ലെഗിലും ജസ്റ്റ് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സാധാരണ ഒരു സോൾഡറിങ് എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാൻ പറ്റില്ല, SMD ഒന്നും ICU ഇതുപോലെ ഊരിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സോൾഡറിങ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഏരിയ നമുക്ക് കവറേജ് കിട്ടും. പിന്നെ ടെമ്പറേച്ചർ നമുക്ക് ആവശ്യമായ ടെമ്പറേച്ചറും കിട്ടുന്നതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ അത് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ രണ്ട് സോൾഡറിങ്ങിൻ്റെയും പ്രൈസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് പർച്ചേസ് ചെയ്യാനുള്ളത്. അതേപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.